ഞാനിന്നൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹെയർ ഫോൾ ഉള്ളവർക്കും മുടിക്ക് കട്ടിയില്ല അല്ലെങ്കിൽ നീളമില്ല എന്നുള്ള വിഷമിക്കുന്ന എല്ലാ ആൾക്കാർക്കും പറ്റിയൊരു ഹെയർ പാക്കാണ് കാണിക്കുന്നത്. അപ്പം എന്താണെന്ന് നോക്കാം. കഞ്ഞിവെള്ളം. ഇത് ഇന്നലെ ചോറുണ്ടാക്കിയ കഞ്ഞിവെള്ളമാണ്, അതായത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം. ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ കഞ്ഞിവെള്ളം എടുത്തു വെച്ചു. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഉലുവയിലെ ഗുണങ്ങളെല്ലാം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നല്ല കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. ഇങ്ങനെ വേണം നമ്മൾ ഹെയറിൽ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിന് നമ്മൾ ഹെയറിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് കഴുകിക്കളയാണ് വേണ്ടത്. ഞാൻ ഈ കഞ്ഞിവെള്ളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാൻ എന്ത് പാക്ക് ഇട്ട് കൊടുത്താലും അതിന് മുന്നേ ഹെയറിൽ ഓയിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ഓയിൽ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തീർച്ചയായും ചെയ്ത് കാണിക്കുന്നതാണ്. ഹെയർ ഫോളിനും ഹെയർ ഗ്രോത്തിനും എല്ലാം പറ്റിയ ഒരു ഓയിലാണിത്. ഓക്കെ, നമുക്കപ്പം ഓയിൽ ഇട്ട് കൊടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിങ്ങനെ ഈ ഒരു ഇതെടുത്തേക്കുന്ന ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ വകഞ്ഞിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇതാക്കാം. അല്ലെങ്കിൽ ഒരു സ്പ്രേ കുപ്പി മേടിക്കാൻ കിട്ടും, അതിൽ ഓയിൽ ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വകഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ എണ്ണ ഇട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും എണ്ണ ഇട്ട് കൊടുക്കാം. അതെല്ലാം നമുക്കിത് ഇങ്ങനെ കയ്യിൽ കുറച്ചെടുക്കാം. ഇത് നമ്മുടെ കൈ വെച്ചത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൂടുതലും ഇങ്ങനെ മസാജ് ചെയ്യുകയാണ് ചെയ്യാറ്. ഞാൻ ആഴ്ചയിൽ 2 തവണയാണ് ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്കിവിടെ ക്ലോറിൻ വെള്ളമാണ് കിട്ടുന്നത്. ഡെയിലി ക്ലോറിൻ വെള്ളം ഹെയറിൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഹെയർ ഫോൾ ഒരുപാട് ഉണ്ടാക്കും നമുക്ക്. എനിക്ക് ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് എനിക്ക് നല്ല കുറവ് വന്നത്. അപ്പം അടിപൊളി ഒരു ഓയിലാണത്. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും റെസിപ്പി ചെയ്ത് കാണിക്കാം. മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളുടെ ആ ഒരു ബ്ലഡൊക്കെ നന്നായിട്ട് ഓടി നല്ല തലയോട്ടിലെല്ലാം നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയർ ഫോൾ നിൽക്കാനും മുടി വളരാനും നല്ലൊരു മെത്തേഡ് അത് കേട്ടോ. എനിക്ക് ഇത്ര എണ്ണ മതി. നിറച്ച് വെക്കേണ്ടവർ നിറച്ച് വെച്ചോ കേട്ടോ. എന്നിട്ട് ഇനി ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവാണേ. ഇതാണ് നമ്മുടെ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിൽ ഞാനിങ്ങനെ കട്ടയ്ക്ക് എടുത്താൽ, കാരണം ഇങ്ങനെ ലൂസായിട്ട് കിടന്നാൽ നമ്മളുടെ എല്ലായിടവും വീഴും, ആകെ പ്രശ്നമാവും. ഇത് ബാത്റൂമിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ റൂമിൽ വെച്ച് ചെയ്യുന്നത്. ഇങ്ങനെ വകഞ്ഞിട്ട് ഇതുപോലെ സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളി ഒരു സാധനം കേട്ടോ ഹെയറിന്. നമ്മുടെ ഹെയർ ഗ്രോത്ത് ടപ്പേന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചെയ്ത ഉടനെ ആവുന്നല്ല. കുറച്ച് ആഴ്ചയിൽ 1-2 തവണ ചെയ്താൽ മതി.
തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അതിന് എന്തെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വേണം വാഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിന് ഒരു ചെറിയ സ്മെല്ലുണ്ടാകും. പുറത്തൊക്കെ പോകുന്നവരായതുകൊണ്ട് ചെറിയ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഓക്കെ, ഇതേ ഞാൻ എൻ്റെ ഹെയർ എല്ലാം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്, തലയ്ക്ക് നല്ലൊരു സുഖമുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. Subscribe now and press the bell icon. Never miss an update.